മോഷണത്തിലും കേരളം നമ്പർ 1. ഇങ്ങനെ പറഞ്ഞത് ഞാനല്ല, CPM-ൻ്റെ തന്നെ നേതാവ് ശ്രീ ജി സുധാകരനാണ്. ജി സുധാകരൻ അങ്ങനെ പറഞ്ഞതിന് പല കാരണങ്ങളുണ്ടായിരിക്കാം. അതിനെക്കുറിച്ച് തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടത്. കാരണം സുധാകരൻ എന്ന് പറയപ്പെടുന്നത് CPM-ൻ്റെയും പിണറായി വിജയൻ്റെയും കണ്ണിലെ കരടാണ്. ഇപ്പോഴാണ്. മുൻപ് പിണറായി വിജയൻ്റെ അടുത്ത തോഴനായിരുന്നു ജി സുധാകരൻ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞാനിത് പറയാൻ കാരണം ഈ ശബരിമല സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ എല്ലാവരും പലതരത്തിലുള്ള വിശകലനങ്ങൾ നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ പലരും പ്രതികരിക്കുന്നുണ്ട്. പക്ഷെ CPM-ൻ്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള പ്രതികരണങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല, പൊതിഞ്ഞു മൂടിയ പ്രതികരണങ്ങൾ ഒഴിച്ച്. അവിടെയാണ് ജീസു, അതായത് ജി സുധാകരൻ എന്ന് പറയപ്പെടുന്ന ജീസു, അദ്ദേഹം വളരെ കൃത്യമായിട്ടുള്ള പ്രതികരണം നടത്തിയിരിക്കുന്നത്. അതായത് സ്വർണ്ണമോഷണത്തിലും സർക്കാർ നമ്പർ 1 എന്നാണ് പറയുന്നത്. ഇവിടെ എല്ലാ കാര്യത്തിലും നമ്പർ 1 ആണ് കേരളമെന്ന് പറഞ്ഞ് അഭിമാന പുളകിതരാകുന്ന CPM-ൻ്റെ സഖാക്കന്മാരെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിക്കുന്ന അല്ലെങ്കിൽ പിണറായി വിജയൻ ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അല്ലെങ്കിൽ CPM എന്ന് പറയപ്പെടുന്ന പാർട്ടി മാത്രമാണ് കേരളത്തിൽ നമ്പർ 1 എന്നും അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം ഭരണപരമായിട്ടാണെങ്കിലും അല്ലാതെയാണെങ്കിലും ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം നമ്പർ 1 ശ്രേണിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നും ഇരട്ടച്ചങ്കുള്ള ആളാണ് ഭരിക്കുന്നതെന്നുമൊക്കെ വലിയ വീരവാദങ്ങൾ പറഞ്ഞു കേട്ടത് കൊണ്ട് തന്നെയാകണം പലപ്പോഴും ജനങ്ങൾ ചോദിക്കും, നമ്മൾ നമ്പർ 1 ആണോ? ശരിയായിരിക്കാം, കേരളത്തിൽ നമ്പർ 1 ആണെന്ന് പറയപ്പെടുന്നു. കേരളത്തിൽ ആരോഗ്യമേഖല പരിശോധിച്ച് കഴിയുമ്പോൾ കേരളത്തിൽ ആരോഗ്യമേഖലയിൽ കേരളം നമ്പർ 1 ആണെന്ന് പറയുന്നു. 2016 തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് അന്ന് ആരോഗ്യമന്ത്രിയായിരുന്ന KK ശൈലജ ടീച്ചർ നമ്മൾ മറന്നിട്ടില്ല. അന്ന് വലിയ അവാർഡൊക്കെ സ്വീകരിച്ചു. ഇത് നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രക്രിയയിൽ പലരും പലതും പറയും. ആരോഗ്യമേഖലയിലെ മികച്ച പ്രവർത്തനത്തിന് UN അവാർഡൊക്കെ നേടിയ KK ശൈലജയെ ആരും മാറ്റി നിർത്തുന്നുമില്ല. അപ്പോൾ തള്ളിനൊരു കുറവുമില്ല. കാരണം ആരോഗ്യമേഖല അത്രത്തോളമാണെന്ന് പറഞ്ഞാലും നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തെങ്കിലും അസുഖം വന്നാൽ അദ്ദേഹം പക്ഷേ അങ്ങ് അമേരിക്കയിൽ പോകും. അമേരിക്കയിൽ പോയി മാത്രമേ ചികിത്സ നേടാൻ കഴിയൂ എന്നുള്ള തരത്തിലേക്ക്. അപ്പോൾ നമ്മുടെ ആരോഗ്യമേഖല എന്ത് ഗതികേടിലാണെന്ന് ഓർക്കേണ്ടി വരില്ലേ? അതായത് എനിക്ക് അസുഖം വന്നാൽ ഞാൻ അമേരിക്കയിൽ ചെന്ന് നല്ല ട്രീറ്റ്മെൻറ്റ് എടുത്ത് വരാം. ഇവിടെയുള്ള സാധാരണ ജനങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ നിങ്ങൾ ഇവിടെയുള്ള ഈ കുത്തഴിഞ്ഞ ആരോഗ്യമേഖലയിലെ സംവിധാനവുമായിട്ട് യോജിച്ചു പോവുക എന്നുള്ളതല്ലേ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം, ഇതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സംവിധാനങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ റോഡുകളുടെ സ്ഥിതി ഇപ്പോൾ അത് മാറി വരുന്നുണ്ട്, മാറ്റിക്കൊണ്ടിരിക്കുന്നതാണെന്നുള്ളതാണ്. വെട്ടിപ്പൊളിച്ചു കിടക്കുന്ന റോഡുകളും കുത്തഴിഞ്ഞ സംവിധാനങ്ങളും മാത്രമുണ്ടായിരുന്ന റോഡുകളിൽ ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട്, അതായത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് വരുന്നു നവംബറിൽ, അടുത്ത 2026 ഏപ്രിൽ മെയ് മാസങ്ങളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നു. അതായത് ഈ 5-6 മാസം കൊണ്ട് തിരുവനന്തപുരത്തിൻ്റെ മാത്രമല്ല കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമല്ല ഈ 14 ജില്ലകളുടെയും മുഖച്ഛായ തന്നെ റോഡ് പണിയിലൂടെ മാറ്റും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഇത്രയും നാൾ ഇങ്ങനെ വെച്ചിരുന്നിട്ട് 5 വർഷത്തിൽ ഏകദേശം 4 വർഷത്തോളം കുത്തിപ്പൊളിഞ്ഞ റോഡിലൂടെ ഗതികെട്ട് പോകേണ്ട ഗതികേടിൽ ജനങ്ങൾ എത്തി എന്നുള്ളത് സത്യാവസ്ഥ. പക്ഷെ അവിടെ നിന്നും നമ്പർ 1 ശ്രേണിയിലേക്ക് ഞങ്ങൾ എത്തുന്നു, ഞങ്ങൾക്ക് 3ാമത് നിങ്ങൾ അധികാരം തരൂ എന്ന് പറയുന്നതിന് വേണ്ടി എത്തപ്പെടുന്ന റോഡ് വികസനം നടക്കാൻ പോകുന്നു. ഒരു മേഖലയിലല്ല, പല മേഖലകളിലും ഗതികേട് തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതെന്തോ ആയിക്കൊള്ളട്ടെ. കാരണം ജി സുധാകരൻ അടക്കം പറയുകയാണ് സ്വർണ്ണമോഷണത്തിലും നമ്പർ 1 ആണ് കേരളം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഭരിക്കുന്നവരെ തന്നെയല്ലേ, അല്ലെങ്കിൽ ആ കുത്തുന്നത് പിണറായിക്കിട്ട് തന്നെയല്ലേ. പക്ഷേ ഒരു കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ജി സുധാകരനെ കൊണ്ട് സത്യം പറഞ്ഞാൽ CPM സഹികെട്ടിരിക്കുകയാണ്. ഇങ്ങനൊരു നേതാവിനെ വെച്ച് മുന്നോട്ട് പോകേണ്ട ആവശ്യമുണ്ടോ എന്നാണ് CPM ആലോചിക്കുന്നത്. അപ്പോൾ സ്വർണ്ണപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയത്തിൽ സ്വർണ്ണമോഷണത്തിലും നമ്പർ 1 ആണെന്ന് പറയപ്പെടുന്ന ജി സുധാകരൻ പഴയ ദേവസ്വം മന്ത്രി കൂടിയാണെന്ന് മറന്നു പോകരുത്. ആ ദേവസ്വം മന്ത്രിയെ കൂടി ഈ പറയുന്ന അന്വേഷണ പരിധിയിലേക്ക് ഉൾപ്പെടുത്തേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യം CPM-ൻ്റെ ഭാഗത്തു നിന്നും പല സഖാക്കന്മാരുടെ ഭാഗത്തു നിന്നും വന്ന സാഹചര്യത്തിലാണ് കോൺഗ്രസിൻ്റെ, അതായത് KPCCയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ സാംസ്കാരിക സാഹിത്യയുടെ ഒരു ക്യാമ്പിൽ വെച്ചാണ് ജി സുധാകരൻ കേരളം നമ്പർ 1 ആണ് എന്ന് പറയുന്നവർ മോഷണത്തിലും നമ്പർ 1 ആണെന്ന് പറയൂ എന്നാണ് പറഞ്ഞത്. അത് ആരും പറഞ്ഞു കൊടുത്തതോ ആരും പറയിപ്പിച്ചതോ ഒന്നുമില്ല. നമുക്കറിയാലോ, പലപ്പോഴും ജി സുധാകരനെ മാറ്റി നിർത്തുന്ന ഒരു സമീപനം പിണറായി വിജയൻ്റെ സർക്കാരും CPM എന്ന് പറയപ്പെടുന്ന പാർട്ടിയും സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ പറഞ്ഞ ഈ മോഷണ കഥയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മോഷണത്തിലും കേരളം നമ്പർ 1 ആണ് എന്ന് പറയപ്പെടുന്ന സാഹചര്യത്തിൽ എന്തായാലും ഇദ്ദേഹത്തിനെതിരെ നടപടി വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പലതരത്തിലുള്ള അച്ചടക്ക നടപടികൾ സ്വീകരിച്ചിട്ടുള്ള ആളാണ് പഴയ ദേവസ്വം മന്ത്രി എന്നറിയാമല്ലോ. ഈ ദേവസ്വം മന്ത്രിയുടെ ഒരു പഴയ കഥയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് CPM-ൻ്റെ ഒരു വിഭാഗത്തിന് മുൻപേ അതൃപ്തനായിരുന്നു പലപ്പോഴും. കാരണം അദ്ദേഹത്തിൻ്റെ പേരിൽ അങ്ങനെ അഴിമതി ആരോപണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല.
അയാൾ ആർക്കും അങ്ങനെ വെള്ള പൂശി കൊടുക്കുന്ന സമീപനമുള്ള ഒരു വ്യക്തിയുമായിരുന്നില്ല. ആർക്ക് വേണ്ടിയിട്ടും അദ്ദേഹം ഇങ്ങനെ വഴങ്ങി നിന്ന് കൊടുക്കുന്ന ഒരു ആളുമായിരുന്നില്ല. അങ്ങനെ വണങ്ങി വിനീതനായി നിൽക്കുന്ന ഒരാളുമല്ല. അതുകൊണ്ട് തന്നെ ജി സുധാകരനെതിരെ ഒളിയമ്പുകൾ കൂരമ്പുകളായി പലപ്പോഴും പതിച്ചിട്ടുമുണ്ട്, അദ്ദേഹത്തിന് ലഭിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും പലവട്ടം സർക്കാരുകൾക്കെതിരെ അദ്ദേഹം പ്രതികരിച്ചിട്ടുമുണ്ട്. ഒരു കാലഘട്ടത്തിൽ VS അച്യുതാനന്ദന്റെ ഭാഗമായി നിൽക്കുകയും അദ്ദേഹത്തോടൊപ്പം സഞ്ചരിക്കുകയും അദ്ദേഹത്തിന്റെ പക്ഷത്ത് ചേരുകയും ആ വിഭാഗക്കാരനായി അറിയപ്പെടുകയും ചെയ്തിരുന്ന ജി സുധാകരൻ 2015 കാലഘട്ടങ്ങളിൽ പിണറായി പക്ഷത്തോട് അടുക്കുകയും പിണറായിയോടൊപ്പം ചേർന്ന് സഞ്ചരിക്കുകയും VSനെ തള്ളിക്കളയുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അവിടെ നിന്ന് 2016 തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം അധികാരത്തിലേക്ക് എത്തപ്പെടുന്നു. പിണറായി പക്ഷത്തായതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല വകുപ്പുകൾ ഈ ജി സുധാകരന് പിണറായി നൽകുകയും ചെയ്യുന്നു. അതിൽ ദേവസ്വം വകുപ്പ് കൂടി ഉണ്ട് എന്നുള്ളതാണ്. ആ കാലഘട്ടത്തിൽ സ്വർണ്ണപ്പാളി വിവാദം ഉണ്ടാകുന്നു. 2019 സ്വർണ്ണപ്പാളി വിഷയം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ വിവാദം ഉണ്ടാകുന്നത് 2019 ആദ്യമായിട്ട് നവീകരിക്കാൻ കൊണ്ടുപോകുന്നത് 2019 ജൂലൈ മാസം 20 തീയതിയാണ്. അന്ന് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിമാരുണ്ടായിരുന്നോ എന്ന് ഇദ്ദേഹം അറിഞ്ഞിരുന്നില്ലേ എന്ന് ചോദിക്കില്ലേ? കാരണം അന്ന് നമ്മളെല്ലാവരും പറഞ്ഞിരുന്നത് എന്തായിരുന്നു? കള്ളന്മാരെ പടിക്ക് പുറത്തിരുത്തുന്ന സമീപനം സ്വീകരിക്കുന്ന ഒരു ഭരണമായിരിക്കും LDF നടത്താൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് പിണറായി വിജയൻ അധികാരമേറ്റത് 2016. പക്ഷേ അതിനുശേഷം നടന്ന പ്രവർത്തനങ്ങളിലൊക്കെ പലപ്പോഴും പലതരത്തിലുള്ള ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ സൂചനയാണ് ഇപ്പോൾ ഈ വരുന്ന സ്വർണ്ണപ്പാളി വിവാദം എന്ന് പറയപ്പെടുന്നത്. ശബരിമലയിലെ ശാസ്താവിൻ്റെ ഈ സ്വർണ്ണപ്പാളി അടക്കമുള്ളവ അടിച്ചു മാറ്റി കൊണ്ടുപോകുന്ന ഒരു സമീപനം സ്വീകരിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റിമാരുള്ള ഒരു സ്ഥലത്ത് അത് കണ്ടുപിടിക്കാൻ ജി സുധാകരനെ പോലുള്ള ഒരു ദേവസ്വം മന്ത്രിക്ക് കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ചാൽ ആ ചോദ്യം പ്രസക്തമാണ് എന്നുള്ളതാണ്. പക്ഷേ അതിനെയാണ് ഒരു തടയിട്ടുകൊണ്ടിപ്പോൾ ജി സുധാകരൻ മുന്നോട്ട് വന്നിരിക്കുന്നത്. എന്നും ആയിക്കൊള്ളട്ടെ, എന്തായാലും അദ്ദേഹത്തിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണ പരിധിയിൽ ജി സുധാകരൻ കൂടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഒരു മുഴം മുമ്പേ അറിയാം എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം പിണറായി വിജയനെതിരെയും LDF സർക്കാരിനെതിരെയും വളരെ കൃത്യമായി ആഞ്ഞറിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, ഈ സ്വർണം എന്ന് പറയപ്പെടുന്ന ഇപ്പോഴല്ല, ഒരിക്കൽ സ്വപ്ന ഈ സ്വർണവുമായി ബന്ധപ്പെട്ട് വന്ന വിഷയങ്ങൾ ഇവിടെ അവതരിപ്പിച്ചതാണ്. അതുപോലെ അയങ്കിമാരുടെ വിഷയവും നമ്മൾ മറന്നിട്ടില്ല. ഇങ്ങനെ പലതരത്തിലുള്ള സ്വർണവുമായി ബന്ധപ്പെട്ട് വരുന്ന അർജുൻ അയങ്കി അടക്കമുള്ളവരുടെ വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ സ്വപ്ന തുറന്നുവിട്ട സ്വർണഭൂതങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. ഇപ്പോൾ ഇതാ ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദം. അപ്പോൾ സ്വർണമെന്ന് പറയപ്പെടുമ്പോൾ എന്തുകൊണ്ടോ CPMന് വല്ലാതെ കണ്ണ് മഞ്ഞളിക്കുന്നുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ജി സുധാകരൻ പറഞ്ഞത് ശരിയാണ് എന്ന് സമർത്ഥിക്കേണ്ടിയിരിക്കുന്നു. നമ്പർ 1 തന്നെയാണ് കേരളം മോഷണത്തിലും, അതായത് സ്വർണ്ണമോഷണത്തിലും എന്ന് പറയപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നു അതിലൂടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് 2021 വരെ ജി സുധാകരൻ മന്ത്രിസഭയിലുണ്ടായിരുന്നു, പിണറായി മന്ത്രിസഭയിലുണ്ടായിരുന്നു. എന്നാൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇവർ തമ്മിൽ, അതായത് പിണറായി വിജയനും ഈ ജി സുധാകരൻ തമ്മിൽ ചില അസ്വാരസ്യങ്ങൾ ഉടലെടുക്കുന്നതോടു കൂടിയാണ് ഈ ജി സുധാകരൻ പിണറായിക്കെതിരെ ആഞ്ഞടിക്കാൻ തുടങ്ങിയത്, ഒളിയമ്പുകൾ ചെയ്യാൻ തുടങ്ങിയത്. ആ പാർട്ടിക്കെതിരെ ഈ മുതിർന്ന നേതാവായിട്ടുള്ള ജി സുധാകരൻ എന്ന് പറയപ്പെടുന്ന പാർട്ടി അച്ചടക്ക നടപടി എന്ന് പറയപ്പെടുന്ന പുതുമയുള്ളതല്ല. ഞാൻ ഈ പറഞ്ഞത് ഈ പാർട്ടിക്കെതിരെയും പാർട്ടി ഭരണത്തിനെതിരെയും ഒക്കെ അല്ലെങ്കിൽ സർക്കാരിനെതിരെയും ഒക്കെ പലതരത്തിലുള്ള വിഷയങ്ങൾ ഉന്നയിക്കുമ്പോൾ ആ വിഷയങ്ങളൊക്കെ വളരെ കൃത്യമായി പാർട്ടി അസസ് ചെയ്യുകയും പിണറായി വിജയൻ മനസ്സിലാക്കുകയും ചെയ്തതിനു ശേഷം ഇദ്ദേഹത്തിന് പലതരത്തിലുള്ള അച്ചടക്ക നടപടികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആ അച്ചടക്ക നടപടികൾ, ഈ ഒന്നാമത്തെ കാര്യം, ആലപ്പുഴ പോലൊരു സ്ഥലത്ത് വിഭാഗീയത എന്ന് പറയുന്ന വലിയ പ്രശ്നമാണ്. തോമസ് ഐസക്കും ജി സുധാകരനും തമ്മിലുള്ള ഒരു യുദ്ധം ആ ആലപ്പുഴയിൽ നടന്നതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും VS അച്യുതാനന്ദൻ അടക്കമുള്ളവർ അവിടെ പരാജയപ്പെട്ടു പോയതെന്ന് കൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വീണ്ടും 2021 തിരഞ്ഞെടുപ്പ് എത്തുമ്പോഴത്തേനും 75 വയസ്സിന്റെ കണക്ക് പറഞ്ഞ് ജി സുധാകരനെ പുറത്തിരുത്തുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. അതോടുകൂടി പിണറായിയും ജി സുധാകരനും തമ്മിൽ അകലാൻ തുടങ്ങി എന്നുള്ളതാണ്. കാരണം മത്സരിക്കാൻ ഇടം നൽകിയില്ല, മന്ത്രിസ്ഥാനത്തേക്ക് വരാൻ കഴിഞ്ഞില്ല, അങ്ങനെയുള്ള ഒട്ടനവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ് ജി സുധാകരനെതിരെ ഉള്ള പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. ആ ജി സുധാകരൻ അപ്പോൾ തന്നെ അതിനുശേഷം പലപ്പോഴും ഈ സർക്കാരിനെതിരെ പലപ്പോഴും സർക്കാരിനെതിരെ പ്രതികരിച്ചു കൊണ്ടിരുന്നു. ഒരു വട്ടം കൂടി ആ അമ്പലപ്പുഴ സീറ്റ് അദ്ദേഹം മോഹിച്ചിരുന്നതാണ്, പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ അദ്ദേഹത്തിന് കൊടുത്തില്ല. പകരം അത് അദ്ദേഹത്തിൻ്റെ പകരക്കാരനെ എന്ന് സലാമിന് കൊടുക്കുകയും ചെയ്തു. എന്നാൽ സലാമിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുവാനോ സലാമിനെതിരെ വന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയാനോ ഒന്നും നിൽക്കാത്തത് കൊണ്ട് തന്നെ അന്ന് പാർട്ടി പല തീരുമാനങ്ങളെടുത്തു. അതിലൊരു അച്ചടക്ക നടപടിയുടെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് തരം താഴ്ത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ അച്ചടക്ക നടപടി എന്ന് പറയപ്പെടുന്നത്, അതാണ് ഞാൻ പറയുന്നത്, ജി സുധാകരനെതിരെ പലതരത്തിലുള്ള അച്ചടക്ക നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അച്ചടക്ക നടപടികൾ എന്ന് പറയപ്പെടുന്നത് ഒരു പുതുമയല്ല, പുതുതമല്ല ജി സുധാകരൻ. കാരണം
ഈ അതിൻ്റെ ഒരു ആരോഹണക്രമം ഇതാണ്. ആദ്യം ഒരു ശാസന നൽകും, ആദ്യം ഒരു താക്കീത് നൽകും, പിന്നെ ശാസനം നൽകും, പിന്നെ പരസ്യശാസനം നൽകും, പിന്നെ തരം താഴ്ത്തൽ നൽകും. അതിനുശേഷം ഇവർ ഒരു സസ്പെൻഷനിലേക്ക് പോകും, പിന്നെ അംഗത്വത്തിൽ നിന്ന് പുറത്താക്കും. ഇതാണ് ഒരു CPM അച്ചടക്ക നടപടിയുടെ ഒരു ആരോഹണ ക്രമം എന്ന് പറയുന്നത്. അപ്പോൾ ഈ തരത്തിലേക്ക് പോവുകയാണെങ്കിൽ തന്നെ ഇത് വലിയ ഒരു തെറ്റായിട്ട് കണ്ട് മനസ്സിലാക്കി. കാരണം ജി സുധാകരനെ കൊണ്ട് ഇനി CPM അമ്പലപ്പുഴയിൽ മത്സരിപ്പിക്കേണ്ടയോ അല്ലെങ്കിൽ അമ്പലപ്പുഴയിൽ പാർട്ടിയെ വളർത്തിയെടുക്കേണ്ട ആവശ്യമില്ല. കാരണം സജി ചെറിയാൻ എന്ന് പറയപ്പെടുന്ന മന്ത്രി അവിടെ ഈ പറയുന്ന പോലെ ശക്തനായി മാറിയിരിക്കുന്നു. അദ്ദേഹം CPM വലിയ മുഖമായി തീർന്നിരിക്കുന്നു. ആ സജി ചെറിയാൻ്റെ വരവാണ് സത്യത്തിൽ ജി സുധാകരനെ ഇങ്ങനെ തരം താഴ്ത്തലിലേക്കും മാറ്റി നിർത്തപ്പെടലിലേക്കും ഒക്കെ മാറ്റിയത് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അവിടെ ഇനി അതുകൊണ്ട് തന്നെ ജി സുധാകരൻ എന്ന് പറയപ്പെടുന്ന വ്യക്തിയെ അച്ചടക്ക നടപടി എന്ന് പറയപ്പെടുന്നത് സ്വീകരിക്കുവാൻ CPM ഒരു തരത്തിലുള്ള തടസ്സവുമില്ല. അതുകൊണ്ട് വേണമെങ്കിൽ തരം താഴ്ത്താം, ശാസന കൊടുക്കാം, പരസ്യശാസനം നടത്താം, ഇല്ലെങ്കിൽ സസ്പെൻഷൻ നടത്താം, ഇല്ലെങ്കിൽ അംഗത്വത്തിൽ നിന്ന് തന്നെ പുറത്താക്കാം. അങ്ങനെ വേണമെങ്കിൽ CPM പാർട്ടിയിൽ നിന്ന് തന്നെ ജി സുധാകരനെ പുറത്താക്കുന്ന ഒരു സമീപനത്തിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും അച്ചടക്ക നടപടി നേരിടേണ്ടി വരും. കാരണം ഇത് പ്രസംഗിച്ച വേദി എവിടെയാണെന്ന് അറിയാലോ. KPCCയുടെ സാഹിത്യ ക്യാമ്പിൽ ചെന്ന് നിന്നിട്ടാണ് കേരളം നമ്പർ 1 ആണ് എന്ന് പറയപ്പെടുന്നവർ മോഷണത്തിന് നമ്പർ 1 ആണ് എന്നുള്ള കാര്യം, അതായത് സ്വർണ്ണമോഷണത്തിന് നമ്പർ 1 ആണെന്നുള്ള കാര്യം മറന്നു പോകരുതെന്നുള്ള രീതിയിലേക്കുള്ള ഒരു തുറന്നു പറച്ചിൽ നടത്തിയത്. ആ തുറന്നു പറച്ചിലിന് വലിയ വില ജി സുധാകരൻ നൽകേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിൻ്റെ ഉത്തമോദാഹരണമാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ ഏതെങ്കിലും ഒരു നടപടി ജി സുധാകരനെതിരെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞ കാര്യം പൊതുസമൂഹം ചിന്തിക്കുന്നുണ്ട്, അതിൽ സത്യമുണ്ടോ എന്നുള്ള കാര്യം. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. സ്വപ്നം തുറന്നുവിട്ട സ്വർണ്ണഭൂതവും ഇപ്പോൾ നമ്മൾ ശബരിമലയിൽ കാണുന്ന ഈ സ്വർണ്ണപ്പാളിയുമൊക്കെ വലിയ ചിന്തകൾക്ക് വിധേയമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല, വലിയ ചർച്ചകൾക്ക് വിധേയമാകുന്നതുമാണ്. പക്ഷെ പലപ്പോഴും തിരഞ്ഞെടുപ്പിൻ്റെ അടുക്കലേക്ക് എത്തപ്പെടുമ്പോൾ ഇതെല്ലാം മറന്നുകൊണ്ട് വോട്ട് ചെയ്ത് വീണ്ടും അധികാരത്തിലേക്ക് എത്തിക്കപ്പെടുന്ന തരത്തിലേക്ക് നമ്മുടെ സമൂഹം മാറിയിരിക്കുന്നു എന്നുള്ളതൊരു പ്രത്യേകതയാണ്. അവിടെയാണ് ജി സുധാകരനെ പോലുള്ള പരിണിതപ്രജ്ഞനായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ, CPM മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ഇത്തരത്തിലുള്ള ചില പ്രതികരണങ്ങൾ നടത്തുമ്പോൾ അത് ശ്രദ്ധേയമാകുന്നത്. പക്ഷേ അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ എന്ന് പറയപ്പെടുന്നത് ഈ പാർട്ടിയെ ഒരിക്കലും നിലക്കി നിർത്താൻ കഴിയുന്നതോ പിണറായിയെ പോലുള്ള ഒരാളെ വരുതിയിലാക്കാൻ കഴിയുന്നതോ അല്ല എന്ന് കൂടി പറയട്ടെ. കാരണം ഇപ്പോൾ പാർട്ടിയും സർക്കാരും എല്ലാം പിണറായി എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തിയിലേക്ക് ചുരുക്കി കഴിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ചുരുങ്ങി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ജി സുധാകരനെ പോലുള്ളവർ എന്ത് പ്രഖ്യാപിച്ചാലും ഏത് തരത്തിലുള്ള ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തിയിരുന്നാലും അതൊന്നും പാർട്ടിക്കോ സർക്കാരിനോ പിണറായിക്കോ ഒന്നും കൊള്ളില്ല, അല്ലെങ്കിൽ ഏൽക്കില്ല എന്നുള്ള കാര്യം കൂടി മറന്നു പോകരുത്. പക്ഷേ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഈ പറയുന്നത് പോലെ CPM നിന്നും ഇദ്ദേഹത്തെ മാറ്റുകയോ പുറത്താക്കുകയോ സസ്പെൻഷനിലാക്കുകയോ ചെയ്യുന്നതിലേക്കുള്ള വലിയ അച്ചടക്ക നടപടികൾ സ്വീകരിക്കുവാനുള്ള സാധ്യതയുണ്ട്. അത് ഞാൻ ആദ്യം പറഞ്ഞില്ല, ആ ഒരു ആരോഹണ ക്രമത്തിലേക്ക് എത്തിയേക്കാം. പക്ഷേ അദ്ദേഹം പറയുന്നത്, ജി സുധാകരൻ പറഞ്ഞ വാക്കുകൾ എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ അത് ആരോഗ്യ മേഖലയിലോ തദ്ദേശ സ്വയംഭരണ മേഖലകളിലോ വിദ്യാഭ്യാസ മേഖലയിലോ ധനകാര്യ മേഖലയിലോ ഏത് മേഖലയിലാണ്, സാമ്പത്തിക മേഖലയിലോ അടക്കം കേരളം നമ്പർ 1 ആണ് എന്ന് നിങ്ങൾ അവകാശവാദം ഉന്നയിക്കുമ്പോൾ ആ അവകാശവാദങ്ങളെല്ലാം ശരിയാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിൽ പൂർണ്ണമായിട്ടും നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരനായ മാർക്സിസ്റ്റുകാരനായ പഴയ ദേവസ്വം മന്ത്രി കൂടിയായിട്ടുള്ള ജി സുധാകരൻ പറഞ്ഞു വെക്കുന്ന കാര്യം സ്വർണ്ണപ്പാളികൾ മോഷണം പോയതാണ് എന്ന് പറയപ്പെടുന്ന തരത്തിലേക്കോ, അല്ലെങ്കിൽ കേരളം സ്വർണത്തിലും നമ്പർ 1 ആണ്, സ്വർണ്ണമോഷണത്തിൽ നമ്പർ 1 ആണെന്ന് പറയുന്നത് ജനങ്ങൾ ചിലപ്പോൾ തിരിച്ചറിയപ്പെടും, ജനങ്ങൾ ചിലപ്പോൾ അത് അവരുടെ മനസ്സിലേക്ക് എടുക്കും. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ജി സുധാകരനെ പോലെ ഇനി അത്തരത്തിലുള്ള നേതാക്കന്മാരുടെ ആവശ്യം ഈ പാർട്ടിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവരെ പുറത്താക്കും. പക്ഷെ അപ്പോഴും ഒരു ചോദ്യം നിലനിൽക്കുന്നത്, മൂന്നാം വട്ടവും പിണറായി സർക്കാർ അധികാരത്തിലെത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ LDF സർക്കാർ അധികാരത്തിലെത്തുകയാണെങ്കിൽ 2026 മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാകുമോ എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ പിണറായി വിജയന് മാത്രം ഈ വയസ്സ് ബാധകമാകാത്തത് എന്നുള്ള ചോദ്യം പലവട്ടം പല രീതിയിൽ ഈ ജി സുധാകരൻ തന്നെ ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യം വീണ്ടും ആവർത്തിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ജി സുധാകരന് ഒരു നീതിയും പിണറായി വിജയന് മറ്റൊരു നീതിയും കൊടുക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഭൂഷണമാണോ എന്ന് കൂടി ചോദിക്കേണ്ടിയിരിക്കുന്നു. അവിടെയാണ് ഈ പോളിറ്റ് ബ്യൂറോയിലെ അംഗങ്ങളടക്കം ഒരക്ഷരം മിണ്ടാതെ ഈ ഇദ്ദേഹത്തിന് വീണ്ടും നിങ്ങൾ അവസരം നൽകൂ എന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് 2021 തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വീണ്ടും അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവരോധിച്ചതും ഒരു അവസരം കൂടി നൽകിയതും. അദ്ദേഹത്തിൻ്റെ പ്രായമൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ ആ പ്രായം ഒന്നും ഇപ്പോൾ പറയാൻ പോകുന്നില്ല. പക്ഷേ ഇത്രയും പ്രായം 75 വയസ്സ് കഴിഞ്ഞതിന് ശേഷവും മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ട് പോളിറ്റ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റിയും ഒക്കെ അനുമതി കൊടുക്കുകയും അത്തരത്തിൽ അനുമതി കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ടാണ് ഈ പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയായി തുടർന്ന് ഇനിയും ഒരു 3ാമത്തെ
തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ മൂന്നാം വട്ടവും അവർ LDF അധികാരത്തിലേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷയിലാണ് അവർ നിൽക്കുന്നത്. ചിലപ്പോൾ സംഭവിച്ചേക്കാം. കാരണം അത് LDFൻ്റെയോ CPMൻ്റെയോ ഗുണം കൊണ്ടാകില്ല. പകരം കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പ്രതിപക്ഷത്തിന് ഒന്നും ചെയ്യാൻ കഴിയാത്തതും മാത്രമല്ല അവരുടെ കഴിവുകേട് കൊണ്ടായിരിക്കും ഇനിയൊരു മുന്നണി ഇവിടെ ഈ LDF മുന്നണി അധികാരത്തിൽ വരുന്നുവെങ്കിൽ വരുന്നത് തന്നെ. പക്ഷെ അപ്പോഴും ഈ പറയുന്ന പോലെ 75 വയസ്സ് കഴിഞ്ഞ് 80 വയസ്സ് കഴിയുന്ന ഈ നമ്മുടെ പിണറായി വിജയൻ തന്നെ വീണ്ടും മുഖ്യമന്ത്രിയാകും അല്ലെങ്കിൽ ആക്കണം എന്ന് പറയുന്ന തരത്തിലേക്ക് പോളിറ്റ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റിയും എത്തുമോ? അങ്ങനെ എത്തിയാൽ പിന്നെ ജി സുധാകരനെയൊക്കെ അല്ലെങ്കിൽ നമ്മുടെ തോമസ് ഐസക്കിനെ പോലുള്ളവരെയൊക്കെ എന്തിനാണ് പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടത് എന്നുള്ള ചോദ്യം വരും. പരിണിതപ്രജ്ഞരായിട്ടുള്ള പല നേതാക്കന്മാരും പാർട്ടിക്ക് പുറത്താണ്. ആ പാർട്ടിക്ക് പുറത്തും അധികാരത്തിന്റെ പുറത്തും നിൽക്കുന്നത് കൊണ്ട് തന്നെ അവരെല്ലാവരും അസന്തുഷ്ടരും അതൃപ്തരുമാണ്. അതിന്റെ തെളിവാണ് പലപ്പോഴും ഇവർ ഈ പറയുന്ന പോലെ ഒളിയമ്പുകൾ എഴുതുകൊണ്ടിരിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. പക്ഷെ സത്യം തുറന്നു പറഞ്ഞ് ഞങ്ങൾ മഹാന്മാരാണെന്ന് പ്രഖ്യാപിക്കുന്നതിനുള്ള ശ്രമമാണോ എന്ന് ചോദിച്ചാൽ അല്ല. അധികാരക്കൊതി തന്നെയാണ് എല്ലാവരുടെയും ഉള്ളിലുള്ളത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. പാർട്ടിക്കും സർക്കാരിനും വേണ്ട എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നത് കൊണ്ടാണ് പാർട്ടിക്കെതിരെയും സർക്കാരിനെതിരെയും വളരെ നിശ്ചിതമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുവാൻ പലപ്പോഴും ഇത്തരത്തിലുള്ള നേതാക്കന്മാർ തയ്യാറാകുന്നത് എന്നുകൂടി ഓർമ്മിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ജി സുധാകരൻ പറഞ്ഞ ഈ വാദഗതികളെയോ ആരും തന്നെ തള്ളിക്കളയുന്നില്ല. വരുന്ന തെരഞ്ഞെടുപ്പിൽ ഈ സ്വർണ്ണപ്പാളിയും സ്വർണവും ഒക്കെ ചർച്ചാ വിഷയമാവുമെങ്കിൽ കൂടിയും ഇതൊന്നും പാർട്ടിക്ക് ഒരു തരത്തിലുള്ള പോറലേൽപ്പിക്കുമെന്ന് തോന്നുന്നില്ല. ജി സുധാകരന് ചിലപ്പോൾ നഷ്ടപ്പെടുന്നത് ഈ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടി വരുന്നതായിരിക്കും. കാരണം അദ്ദേഹത്തിന് അച്ചടക്ക നടപടി സ്വീകരിക്കേണ്ടി വരും പാർട്ടിക്ക്. അതുകൊണ്ട് തന്നെ ജി സുധാകരനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള അല്ലെങ്കിൽ പുറത്താക്കിക്കൊണ്ടുള്ള ഒരു നടപടിയിലാക്കിയായിരിക്കും CPM പോവുക എന്നാണ് നമുക്കിപ്പോൾ അനുമാനിക്കാൻ കഴിയുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.